പൊതുവിൽ ഞാൻ പറയുന്നത് പാട്ടുണ്ടാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ആൾക്കാർ പാട്ടാണ് മെയിൻ. ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ട് 4 ബാർ സിത്താർ 4 ബാർ ഇങ്ങനെ കാഷ്വലായിട്ട് ഞങ്ങൾ പറയും മ്യൂസീഷ്യൻസ്. ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റൻറ്റിനോട് പറയാം അതേടാ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതിപ്പോൾ നോക്കി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കും, ചുറ്റും നോക്കും, സിത്താറുണ്ട്, ഫ്ലൂട്ടുണ്ട്, ഇതുണ്ട്. ആദ്യം ഇത് കഴിഞ്ഞ വഴിക്ക് പിന്നെ ഓഫ് കോഴ്സ് അതിന് മാച്ചായിട്ടുള്ളൊരു ട്യൂണൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക എന്നറിയാം. ഒരു 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ 4 ബാർ സിത്താറ്, പിന്നെ ഒരു ചെറിയൊരു തീരുമാനം തബലയിൽ വന്നിട്ട് പാട്ട് തുടങ്ങാമെന്ന് പറയും. ഈ പരിപാടി എനിക്കില്ല. എൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നീയൻ സർഗ സൗന്ദര്യം എടുത്തു. അതിൻ്റെ തുടക്കത്തിൽ പിന്നെ ആ പാട്ട് വയലിൻ മാച്ച് പൂമാനവും താഴെ ഭൂമിയും മേഘലാവണ്യമേ. ഭയങ്കര പിച്ചായി പോയി പാടിയപ്പോൾ, ആവേശം മുതൽ. അതാണ് അല്ല ഞാൻ പറഞ്ഞത് എങ്ങനെ, ഞാൻ ആദ്യത്തെ തൊട്ട് എനിക്ക് അങ്ങനെ എൻ്റെ BGMs ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ഡിഫറെൻറ്റ്. എൻ്റെ തന്നെ പാട്ടിൻ്റെ ഒരു BGM റിപ്പീറ്റ് ചെയ്യുന്നത് പർപ്പസിലി ചിലപ്പോൾ ചെയ്യും. ചില പർപ്പസ് ഉണ്ടാവും, അതിനൊരു സാഹചര്യം ഉണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം. ഇപ്പോൾ അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഏതോ ഒരു പാട്ടിലുണ്ടല്ലോ, മറ്റേ നമ്മുടെ പഴയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സലിൽ ചൗധരിയുടെ പാട്ട് ടടൻ ടടൻ ടടടൻ ടടടൻ ടടടം ടടടടം ടടടട ടടടടടടടടട ടടടടട ടടടടടട ടടടരിടിരിടിരിടി. ഒരു പാട്ടിൻ്റെ ട്യൂൺ എടുത്തിട്ട് വേറൊരു പാട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. എനിക്ക് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പാതിരാമഴയായാലും അതിൻ്റെ BGMs ഒക്കെ കണ്ടില്ല, ഒരു സിസ്റ്റമാറ്റിക് BGM ആയിരിക്കില്ല. അതേപോലെ ഇപ്പോൾ ഈ ഫോർമാറ്റ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ഒരു ഫോർമാറ്റിൽ വന്നിട്ടില്ല ഒരു വയലിൻ്റെത്. എന്നാൽ ഈ ഫോർമാറ്റ് എവിടെ നിന്നോ എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. തൂവൽ സ്പർശം എന്ന് പറഞ്ഞ പടത്തിലെ ഒരു തീം മ്യൂസിക്കായിട്ട് കമൽ തന്നെ സംവിധാനം ചെയ്ത പടത്തിലെ വീണയിലും വായിച്ചിട്ടുണ്ട്. പിന്നെ ഉർവശിയും സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു ഡിറ്റാച്ച്ഡ്, അവർ തമ്മിൽ അങ്ങനെയാണല്ലോ കുട്ടീൻ്റെ ആ സെൻറ്റിമെൻറ്റ്സിന് ഒരു തീം മ്യൂസിക് ആയിരുന്നത്. ഇതേപോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട് എന്ന് വെച്ചോ. ഇതുണ്ട്, ഞാനത് കമലോട് അത് ആ ഒരു ബിറ്റുണ്ട്, അത് അത് സൂപ്പറാണ്. അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഈ എസ് രമേശൻ നായരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈനാണ്, ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ഞങ്ങൾ സന്തുഷ്ടരായില്ലേ. അത് വേറെ മറ്റേ ഇരുമയും ഒരു മനസ്സും, അത് നല്ല പാട്ട്. പക്ഷെ ഇത് രസമായിരുന്നു അന്ന്, അതിന് ഭയങ്കര ഒരു അംഗീകാരം കിട്ടി അവരുടെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രസമായിരുന്നു. അതേപോലെ സാറ് ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ ടങ് ട്വിസ്റ്റർ കൊണ്ടുവന്നാണ് കളകളം ഒഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ, കളകളം ഇളകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കളകളം ഒഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, അലികുളം ഇളകിയ ചുരുളലകം. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. പക്ഷെ ഈ ബിജു സാറിന്റെ ഈ വരിക്കുള്ളില് അർത്ഥം ഞാൻ തേടിപ്പോയിട്ടുണ്ട്. കളകളം ഒഴുകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിര് ഒരു പുളകം. ഓക്കെ, ആ കുളിര് ഒരു പുളകം. അപ്പൊ കരളിലെ മലരിതൾ ഉതിരുമൊരു അളികുലം പണ്ട് അളികുലം ഇളകിയ ചുരുളലകം. അതേപോലെ ഒരു ചുരുള് ഈ മനസ്സിൽ അളികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പം ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ സാറ് ശരിക്കും ഇത് പണി കിട്ടിയത് ദാസാറിനായിരുന്നു. അത് ദാസാർ ദാറ്റ് ഈസ് ഒരു പാട്ടിന്റെ ഭാഗമൊന്നുമല്ല അത്. അതൊരു ജിംനാസ്റ്റിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലേ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യന് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ കാലം കൊണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് എ ഡിഫറൻസ്.
പക്ഷെ അന്ന് അത് ഞാനത് വളരെ സ്റ്റഡിയിലായിരുന്നു. ഞാൻ ഒറിജിനൽ ആ സാധനം നല്ല സ്പീഡാണ്. കളകളം മിളകം മറ്റരിവിലാണെങ്കിൽ ഉരുപ്പുളകം കരലിൽ വളരെ ഇപ്പൊ പറ്റുന്നില്ലേ, ഇപ്പൊ വായൊക്കെ പോയി. അന്ന് അത്രയും സ്പീഡ് എന്ന് പറഞ്ഞിട്ട് പാടി. പക്ഷെ പടത്തിലതല്ല വന്നത്. പടത്തിലത് മോഹൻലാൽ തന്നെ ഇത്രയും സ്പീഡിലെങ്കിലും അദ്ദേഹം അത് ആ ഒരു ഡയലോഗ് പ്രസന്റേഷനിലൂടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇത് ഒരു പാട്ട് പോലെയാവില്ലേ ഇത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡബിങ് പോലെ വന്നു രസകരമായിട്ട്. പക്ഷെ കാസറ്റില് സാറിന്റെ എന്റെയാണ്, കാസറ്റിൽ എന്റെ വോയിസ് ആണ്. അത് കഴിഞ്ഞിട്ട് ദാസേട്ടന്റെ പുഞ്ചിരിയുടെ ശബ്ദപ്പെടുന്ന അങ്ങോട്ട് മാറുമ്പോ അറിയാൻ വ്യത്യാസം. ഈ ചില സമയമൊക്കെ ദാസാറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് കേട്ട് കഴിയുമ്പോൾ ഒരു അനുഭവമായിരിക്കില്ലേ, ഒരു സുഖം. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് സാർ എപ്പോഴെങ്കിലും ഒക്കെ അത് വിചാരിച്ചിട്ടുണ്ടോ, ഈ മനുഷ്യൻ ഇത് പാടിക്കഴിഞ്ഞപ്പോ ഇത്രയും മാറില്ലേ? ഇപ്പൊ യവന കഥയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ പാട്ടിന് അത്രയും ഭാവം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് ആ ശബ്ദത്തിൽ തന്നെ കേൾക്കണം, ആ ശബ്ദത്തിൽ, ആ ഭാവത്തിൽ. അതിലൊന്നും there is no വേറെ പകരം വെക്കാനില്ല എന്ന് തന്നെ പറയും. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് പലപ്പോഴും ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ചില പാട്ടുകൾക്ക് തിരിച്ചുവരവുണ്ട്, പല പാട്ടുകളും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാറുണ്ട്. ഇടയ്ക്ക് ചിലരൊക്കെ കവർ പാടിയത് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ യൂട്യൂബ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ വ്യൂവർഷിപ്പ് അങ്ങ് കുത്തി കയറി വരും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇൻസ്റ്റയിലാണ് ഇത് ഭയങ്കര. പലപ്പോഴും ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, ഒരുപാട്. പക്ഷെ ആദ്യം ഞാൻ ഞെട്ടിപ്പോയത് ഒരു പയ്യൻ ഗിറ്റാർ നിന്ന് വായിച്ചിട്ട് ആഗതനിലത്തെ ഒരു പാട്ട്. അപ്പം ഞാൻ തന്നെ എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കേൾപ്പിച്ചു. വൈഫ് ഇത് ഏത് പാട്ടാണ്, ഇത് ഏത് ചേട്ടൻ്റെ പാട്ട്? കാരണം ഇത് അനുപല്ലവി എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസിൻ സൗഹൃദമേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ ഹൃദയത്തിൻ കാരുണ്യസ്വരരാഗപരാഗങ്ങൾ നിന്നിലെ നീഹാര ബിന്ദുവിൽ ഞാൻ തിങ്കളായി വന്നൊളിച്ചിരിക്കാമെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ. ഇതിപ്പോൾ ഞാൻ പാടുന്നത് എനിക്കിപ്പോൾ പാടാൻ പറ്റുന്നില്ല, ടു ഓൾഡ് ടു സിങ് ദിസ് സോങ്. പക്ഷെ ഈ പിള്ളേരെ എന്തൊരു ഫീലിലാണ് അത് പാടുന്നതെന്നറിയാം, കണ്ണും മൂടിയ പാടുന്നത്. സോ ഐ എം സോ ഹാപ്പി. നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ക്രിയേഷൻസ് ഇത്രയും ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് പേര്. അതിൽ ഈ അഴലിന്റെ ആഴങ്ങളിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകുന്ന പാട്ടുകളിലൊന്നാണ്. അതേപോലെ വേനൽപ്പുഴയിൽ തെളിനീരോ എന്ന് പറയുന്ന വേനൽപ്പുഴയിൽ തെളിനീരോ, അതും ഈ ഇൻസ്റ്റ പാട്ടുകൾക്ക് പറ്റിയ പാട്ടാണത്. അത് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകും. വേറൊരു പാട്ടും കൂടി ഉണ്ട് ഇൻസ്റ്റയിൽ വന്നത്, അത് ഈ അടുത്ത കാലത്ത് വന്ന് ഇൻസ്റ്റയിലാണോ അത് യൂട്യൂബിൽ വന്ന് ഹിറ്റായതാണ്. മറ്റേ പഞ്ചവർണ്ണക്കുളിരേ, അതും അതിൻ്റെ അനുപല്ലവിന്ന് ആണ് പാടി വരുന്നത്. ഞാൻ എനിക്കങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് അവർ ആ ഒറിജിനൽ പാട്ടിൻ്റെ പോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് പാടിയില്ല എന്നൊക്കെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അതൊക്കെ ഉണ്ടല്ലോ, ഒറിജിനൽ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഇതിന് ഇവർ പാടുന്നത് ഒറിജിനലും മനോഹരമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് ഫ്ലൂട്ടും ഗിറ്റാറൊക്കെ വായിച്ചിട്ടുണ്ട്. റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫീലല്ലേ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിഷ്യനെ കാണും. ഒറിജിനൽ ഒരു കമ്പോസർ ബിത്തോവനോ ബാക്കോ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും, വയലിനായാലും ഫ്ലൂട്ടായാലും എന്തായാലും. അത് വേൾഡ് ക്ലാസ് ആൾക്കാർ വായിക്കുമ്പോൾ എന്തൊരു വ്യത്യാസത്തിലാണെന്നറിയോ അവർ ആ മ്യൂസിക് ഓരോരുത്തരുടെ റെൻഡിഷനാണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്നാ പറയാം. സോ ദാറ്റ് ഈസ് അലൗഡ് ദർ. വൈ നോട്ട് വി ഡു ദാറ്റ്? വൈ കാൺ വി ഡു ദാറ്റ്? ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. സോ ഐ ലവ് അങ്ങനത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ തിരിച്ചു വരുന്നത്. ഈ ചില പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടാണെന്ന് സാധാരണക്കാർക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അത് മ്യൂസിക് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഹരീഷ് ശിവരാമകൃഷ്ണൻ തന്നെ എഴുതി കണ്ടു, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രവീന്ദ്രൻ മാഷിൻ്റെ ഏത് കടുപ്പപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ശ്വാസം പിടിച്ച് പാടുന്ന പാട്ടുകളും നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിറങ്ങളെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് പാടാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതാണ് ബുദ്ധിമുട്ടുള്ള പാട്ട്. മറ്റേത് ബുദ്ധിമുട്ടുള്ള പാട്ട്, രാമകഥയൊക്കെ നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ ഇതാണ് ശരിക്കും ബുദ്ധിമുട്ടുള്ള പാട്ട്. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ?
ഭയങ്കര ഹൈ പിച്ചിൽ, വെറുതെ ഹൈ പിച്ചിൽ പാടുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. അവന് ലോ പിച്ചിൽ പാടാൻ പറ്റില്ല. അപ്പൊ ഹാന്ന് പറഞ്ഞിട്ട് നിർത്തി ഭയങ്കര ശബ്ദത്തിൽ ഹൈ പിച്ചിൽ പാടാം. അത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ്, അതിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് അതെന്തോ മലമറിച്ചിടുക എന്ന് തോന്നും. എന്നിട്ട് കൈയടിക്കും. എന്തൊരു അവസ്ഥയാണല്ലേ. അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു ഇതിന്റെ ഇരട്ടി ഞാൻ പിടിക്കുമായിരുന്നു. ഇങ്ങനെ ഇതൊരു കഴിവല്ലല്ലോ, ഇത് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണത്. അതൊരു സംഗീതപരമായിട്ടൊരു കഴിവില്ല അതിൽ. ഈ കയ്യിൽ പാടുന്നതിനും ഈ ശ്വാസം നീട്ടിപ്പിടിച്ച് ഒരൊറ്റ ശ്വാസത്തിൽ നിർത്താണ്ട് നിർത്തി കയ്യടി വാങ്ങിക്കുന്നു. അത് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പാടരുതെന്ന് ഞാൻ പറയും. ദാറ്റ്സ് ബാഡ്. പക്ഷെ ജനത്തിനെ സന്തോഷിപ്പിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. പക്ഷേ ചിലത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കമ്പോസിങ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻ അത് അതേപോലെ പാടാൻ ശ്രമിക്കുമ്പോൾ, ഈ നിറങ്ങളെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഫുള്ളായിട്ട് വയലിനിൽ പ്രാക്ടീസ് ചെയ്തതാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ എന്നിട്ട് ഏതോ ഒരു ഇതിലെ ഒരു മറ്റേ ഐഡിയ സ്റ്റാറിലിരിക്കുമ്പോൾ ഞാൻ വെറുതെ വയലിനിൽ കൈപിടിച്ചിട്ട് ആ പയ്യൻ അത് പാടുമ്പോൾ അതിൽ സംഗതികൾ ശരിയായില്ല പറഞ്ഞ് ഞാൻ ആ പാട്ട് വയലിനിൽ വായിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ദർ ഓൺ ദ ട്യൂബിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. ഐ ജസ്റ്റ് പ്ലേഡ് ദാറ്റ് പാട്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് സോ ടഫ്. പക്ഷെ ആരും അത് ശ്രമിക്കാത്തതുകൊണ്ട് പിന്നെ അറിയുമ്പോഴാണ് കൂടുതൽ ടഫ്നെസ്. നമ്മൾക്കിത് ആഴം, സംഗീതം കൂടുതൽ പഠിക്കും തോറും നമുക്ക് കൂടുതൽ ടഫായിട്ട് തോന്നും. സംഗീതം പഠിച്ചില്ലെങ്കിൽ എല്ലാം എളുപ്പമാണ്, എല്ലാം ജനഗണമന വരെ പാടാം. ഞാൻ എനിക്ക് തമാശ പറയാം. ഫാസിൽ സാറിൻ്റെ അവിടെ കമ്പോസിങ്ങിനെ, ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ് പെങ്ങളുടെ മകൻ ഷാജിൻ, പിന്നെ ഒരു ബിജു, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങേരും രമേശൻ സാറും. അപ്പം ഞാൻ ഏതൊരു പാട്ട് പുതിയൊരു ട്യൂൺ എടുത്താലും ഇവൻ വന്നിട്ട് പറയും ഇത് ജനഗണമന പോലെ. എന്നിട്ട് ആ ജനഗണമനയുടെ ട്യൂണിൽ ഇത് അങ്ങോട്ട് പാടും. അത്യാവശ്യം കുറച്ച് പാടുന്നതിനാ ജനഗണമന. അപ്പോൾ ഇയാള് നമ്മുടെ അങ്ങനെ എഴുതണമല്ലോ, മാറ്റി ട്യൂൺ മാറ്റി എഴുതണം. അങ്ങനെ ഇപ്പം നമ്മുടെ രമേശൻ സാറ് ഇങ്ങനെ കൊണ്ട് തോറ്റു, ഇത് പോണോ തൻ്റെ ജനഗണമനയും പറഞ്ഞിട്ട്. നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഓക്കെ വരുമ്പോൾ എല്ലാവരും തലയാട്ടിയിട്ട് വരുമ്പോൾ ഇത് ജനഗണമനയുടെ ചായ ഉണ്ടെന്ന്. എന്താണ് അവിടുത്തെ ഒരു ജനഗണമനയുടെ ചായ? എന്നിട്ട് അത് പാടുകയും ചെയ്യും ജനഗണമന. ഏത് പാട്ട് ഏത് ട്യൂണിലും പാടാം, ഒപ്പിച്ച് പാടാൻ പറ്റും. ഏത് താളവും തിസ്രത്തിലും പാടാം, ചതുരത്തിലും പാടാം. അതങ്ങനെ തന്നെ 7/8 ആക്കാം, 5/8 ആക്കാം, സങ്കീർണം, കണ്ടം, എല്ലാത്തിലും മാറ്റി പാടാം. കുറച്ചൊക്കെ വാക്കുകൾ അവിടെ ഇവിടേക്ക് വ്യത്യാസപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമാണ്. സർ, ടഫസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ സിനിമാറ്റിക് സിറ്റുവേഷൻ സൃഷ്ടിച്ചതാണ് നമ്മുടെ സമയമിത അപൂർവ സായ. അതെ. അത് ശരിക്കും കുഞ്ചാക്കോയ്ക്കും അതൊരു ഭയങ്കര ഹൈപ്പും കൂടെ ആയിരുന്നു ആ പടത്തിൽ. അത് ഭയങ്കര രസമായിട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാറ്റിക് പോർഷനാണ് അതിനകത്ത് വേണ്ടത്. ഇങ്ങനെ ഒരു താളം ഇങ്ങനെ ചടുലതയൊക്കെ. അതായത് ആക്ച്വലി ശബ്ദം, പാട്ട് പാടിക്കൊണ്ടിരിക്കെ ശബ്ദം നിന്നുപോയ ഒരുത്തന് ശബ്ദം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാകണം. ഈ വലിയ സംഭവം അവിടെ വേറെ എന്തെങ്കിലും ചെയ്താലും ആവും. എന്തെങ്കിലുമൊക്കെ ഒരു കസർത്ത് കാട്ടിയാൽ ശബ്ദം തിരിച്ചു വരാം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ശബ്ദം തിരിച്ചു കിട്ടാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൊരു സാധനമാണ് പാടിയെന്ന് തോന്നാം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമായിപ്പോയി. അതിന് കാരണം മമ്മൂക്ക പറഞ്ഞു എൻ്റെ അടുത്ത്, അത് അവസാനിപ്പിച്ച പെട്ടെന്നൊന്നും ആരും പാടാൻ പറ്റരുത്. അങ്ങനെ. അപ്പം ഞാനത് സത്യസന്ധമായിട്ടെടുത്തു അതിൻ്റെ. കാരണം നമ്മൾക്ക് കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തകച്ചുകൊണ്ട് പസനിത്ത തകതരിത്ത ജോ നിതമ തകത്തോ മകരിസ തകിട്ട പാസ തകത്തിമി ഗാമ തരികിട സാഗ തകതരിത്ത ചോം പാസ മകരിസ തോം കുക്കുന്തരിത്തമ്മ. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരജതി എന്ന് പറയും. സ്വരജതിയൊക്കെ ആർക്ക് വേണം അവിടെ
ചാക്കോച്ചൻ 10 വായുകൊണ്ട് സംസാരിക്കും. ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി. ഇത്രേ വേണ്ടു അവിടെ. അതുപോലെ തകച്ചുണ്ട് പസനി തകതരിത്തജവും. ഇതിൽ വരെ ഡിവിഷൻ. ഒരാളിത് പാടുന്നു സ, ഒരാള് ഇപ്പൊ തകച്ചോണു ലാല് തകതരി സ തകച്ചോണു. അപ്പൊ പസനിത തകതരിത്തജവും. അങ്ങനെയൊന്നും ഡിവൈഡ് ചിന്തിക്കേ വേണ്ടത് പറ്റില്ല. അത് പിന്നെ രണ്ടുപേരും കൂടിയിട്ട് എന്തോ എഫക്റ്റീവ്. പക്ഷെ ആ പാട്ടിൽ അത് നല്ലൊരു എലമെന്റാണ്. നല്ല ആദ്യമായിട്ടാണ് ഒരു സ്വരജതി മലയാള സിനിമയിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്വരജതി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് പലരും ചെയ്തിട്ടുണ്ട് സ്വരജതി.